അയോധ്യ വിഷയം അവസാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട്. അതായത് അയോധ്യയിൽ ഇപ്പോൾ ബാബറി മസ്ജിദ് മാറി രാമക്ഷേത്രം അവിടെ പണിത് കഴിഞ്ഞിരിക്കുന്നു. 500 വർഷത്തെ ഹിന്ദുവിൻ്റെ സ്ട്രഗിളാണ്, അല്ലെങ്കിൽ 500 വർഷത്തെ ഹിന്ദുവിൻ്റെ കഠിനാധ്വാനമാണ് ഇതിന് പിന്നിൽ എന്ന് പല ആൾക്കാരും പറയുമ്പോഴും ലോകരാജ്യങ്ങൾ ഇതിനെ അമ്പരപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹിന്ദു മെജോറിറ്റി ഉള്ളൊരു രാജ്യത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരൻ്റെ സ്ഥലത്ത് അവർക്കൊരു അമ്പലം പണിയാൻ 500 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. ഇസ്ലാമിക രാജ്യമായിരുന്നുവെങ്കിലോ ക്രിസ്ത്യൻ രാജ്യമായിരുന്നുവെങ്കിലോ അടുത്ത ദിവസം തന്നെ അത് ഞങ്ങൾ പണിതേനെ എന്നുള്ളതാണ് അവരുടെ ടേക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിനുമായി കാത്തിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ അയോധ്യയ്ക്ക് ശേഷം ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം സംബന്ധിച്ച വിഷയം രാജ്യമെമ്പാടും ചൂടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി വിഷയം വീണ്ടും ജനങ്ങൾക്ക് ഇടയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമം. സ്രോതസ്സുകൾ പ്രകാരം BJPയോ രാഷ്ട്രീയ സ്വയം സേവക് സംഘമോ ഈ വിഷയവുമായി നേരിട്ട് ബന്ധപ്പെടില്ല. പക്ഷേ സന്യാസിമാരും മഹാത്മാക്കളും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അടുത്തിടെ ഡൽഹിയിൽ നിന്ന് ബാഗേശ്വർ ധാമിലെ വൃന്ദാവനത്തിലേക്കുള്ള ധീരേന്ദ്ര ശാസ്ത്രിയുടെ പദയാത്ര ഈ തന്ത്രത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഭാവിയിൽ സന്യാസി സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ സജീവമായ പങ്കുവഹിക്കും. BJPയും RSSും അയോധ്യയ്ക്കൊപ്പം കാശി മധുര വിഷയങ്ങളെയും പ്രത്യയശാസ്ത്രപരമായി പിന്തുണച്ചിട്ടുണ്ട്. അയോധ്യ വിഷയം BJPയുടെ രാഷ്ട്രീയ RSSന്റെ സാമൂഹിക അജണ്ടയുടെയും ഒരു പ്രധാന ഭാഗമായിരുന്നുവെങ്കിലും കാശിയുടെയും മധുരയുടെയും കാര്യത്തിൽ ഇത് അങ്ങനെയല്ല. അയോധ്യയെ പോലെ മധുരയും RSSന്റെ അജണ്ടയിൽ ഇല്ലെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകർ അത്തരത്തിലൊരു പ്രസ്ഥാനത്തിൽ ചേരുകയാണെങ്കിൽ ഞങ്ങൾ അവരെ തടയുകയില്ല എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു. മധുര വിഷയം പൊതുജന അവബോധത്തിന്റെ രൂപത്തിൽ സന്യാസിമാർ ക്രമേണ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സ്രോതസ്സുകൾ പറയുന്നു. ബാബ ബാഗേശ്വറിലേക്കുള്ള തീർത്ഥാടനത്തിലൂടെ ഈ വിഷയത്തോടുള്ള ജനങ്ങളുടെ വികാരങ്ങളും പ്രതികരണങ്ങളും പരോക്ഷമായി അറിയിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും സന്യാസിമാർക്കുമൊപ്പം രാഷ്ട്രീയക്കാരും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു. ഭഗവാൻ കൃഷ്ണനിലുള്ള വിശ്വാസം കാരണം ഈ വിഷയം സാമൂഹികമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പിൻഗാമികളായി സ്വയം കരുതുന്ന യാദവ സമൂഹത്തെയും ഈ ശ്രമങ്ങളിൽ ഉൾപ്പെടും. ഇത് സംഭവിച്ചാൽ യാദവ സമുദായമാണ് സമാജ്വാദി പാർട്ടിയുടെ പ്രധാന സ്തംഭം എന്നതിനാൽ അവർക്ക് രാഷ്ട്രീയ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേസമയം ചൊവ്വാഴ്ച കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി മധുരയിലെ ബർസാനയിലുള്ള മാതാജി ഗോശാലയിലും എത്തി. ഇവിടെ അദ്ദേഹം ഗോപൂജ നടത്തി അനുഗ്രഹം തേടി. അതിനുശേഷം റോപ്പ് വഴി രാധാറാണി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഈ അവസരത്തിൽ BJP പ്രവർത്തകരും പ്രാദേശിക സന്യാസിമാരും ഭക്തരും അദ്ദേഹത്തെ പരമ്പരാഗത രീതിയിൽ സ്വീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.